കഴിഞ്ഞ ദിവസമാണ് പ്രിയ കലാകാരൻ നവാസ് മരണമടഞ്ഞത്. അന്തരിച്ച കലാകാരൻ നവാസിനെ ഓർത്ത് വിനോദ് പറഞ്ഞ വാക്കുകളാണ് എല്ലാവരുടെയും കണ്ണിന് ഈറനണിയിക്കുന്നത്. സെറ്റിൽ വെച്ച് തന്നെ നെഞ്ചുവേദന ഉണ്ടായെന്ന്, ഷൂട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആശുപത്രി പോകാതെ അഭിനയിച്ചു. അപ്പോഴേക്കും രംഗം ബോധമില്ലാതെ കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു. വേദനയോടെ വിനോദ്. വേദന വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നവാസിക്കായെ നമുക്ക് കിട്ടുമായിരുന്നു എന്നാണ് വിനോദ് പറയുന്നത്. നവാസിക്ക എന്തൊരു പോക്കാണ് ഇത് പോയത്. ആരടുത്തും ഒന്നും മിണ്ടാതെ. ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആഗ്രഹിച്ചത് ഫേക്ക് ന്യൂസ് ആവണേ എന്നാണ്. കളമശ്ശേരി മോർച്ചറിയുടെ മുൻപിൽ വെച്ച് ആ ചേതനേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണോ എന്ന് തോന്നിപ്പോയി. കവിളത്ത് തട്ടി നവാസിക്ക എന്ന് വിളിച്ചു നോക്കി. കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല. ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണി വരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി. യഥാർത്ഥ ജീവിതത്തിലെ റോളുകൾ പൂർത്തിയാക്കിയ നവാസിക്ക കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഏത് നിമിഷം പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ. സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായെന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആശുപത്രി പോകാതെ അഭിനയിക്കുന്ന ജോലിയിൽ മുഴുകി. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാതെ കോമാളി വന്ന് ജീവനെ തട്ടിയെടുത്തു. വേദന വന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി. നവാസിക്കയുടെ സമയം വന്നു. നവാസിക്ക പോയി, അത്ര തന്നെ. ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. സഹോദര സ്നേഹമായിരുന്നു നവാസിക്കയ്ക്ക്. ഇനി നവാസിക്ക ഓർമ്മയിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടതാണ്, അതാരായിരുന്നാലും. വിനോദിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകരെ മൊത്തം കണ്ണീരിലാഴ്ത്തുകയും ചെയ്തു. രഹ്നയ്ക്കും മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഈ നിമിഷം നമ്മളും ആഗ്രഹിച്ചു കൊള്ളുന്നു. ഏറ്റവും പുതിയ വാർത്തകളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.